പസാത്ത പ്രോസിമോ എന്താണിത്? ഇറ്റാലിയൻ ലാംഗ്വേജിലെ പസാത്ത പ്രോസിമോ എന്ന് പറയും, ഇംഗ്ലീഷിലെ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് എന്ന് തന്നെ പറയാം കേട്ടോ. അത് ഇറ്റാലിയനിലെ പസാത്ത പ്രോസിമോ. ഓക്കെ, പസാത്ത പ്രോസിമോ എന്താണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, എന്താണത് ആദ്യം തന്നെ അത് നോക്കാം. പാസ്റ്റ് ടെൻസ് പസാത്ത പ്രോസിമോ എന്താണ്? അതായത് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, ക്ലീൻ ചെയ്തു കഴിഞ്ഞു, അതാണ് പാസ്റ്റ് ടെൻസ്. ഇനി രണ്ടാമത്തെ കാര്യം ചെയ്ത് കഴിഞ്ഞു, വൃത്തിയാക്കി എടുക്കുക അല്ലേ, അതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ആ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റഡായി, ആ ചെയ്ത പ്രവൃത്തി മുഴുവനായി തീർന്നു. ഓക്കെ, അതാണ് പസാത്ത പ്രോസിമോ, അതായത് പാസ്റ്റ് ടെൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇച്ചിരി കൂടി മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറയാം. ഒരു എക്സാം എഴുതുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് അല്ലേ, എഴുതിക്കൊണ്ടിരിക്കുക എക്സാം, പ്രസൻറ്റ് ടെൻസ്. എഴുതി കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ആയി അല്ലേ. ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുക. റിസൾട്ട് വന്നാൽ അത് കംപ്ലീറ്റഡായി, ആ പാസ്റ്റ് ടെൻസ്, ആ പ്രവൃത്തി കംപ്ലീറ്റഡായി. ഇനി വേറൊരു ഉദാഹരണം, കുച്ചിനാര ചെയ്യാൻ നിൽക്കും നമ്മൾ. കുച്ചിനാര ചെയ്യുമ്പോൾ കുച്ചിനാര ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അത് കഴിഞ്ഞു, അപ്പോൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി അതെല്ലാവരും കഴിച്ചു, അതിൻ്റെ റിസൾട്ടും കിട്ടി. അപ്പോൾ എന്തായി? ആ പാസ്റ്റ് ടെൻസ്, ആ സെൻറ്റൻസ് കംപ്ലീറ്റഡായി. അതാണ് പാസ്റ്റ് ടെൻസ്, അതായത് പസാത്തോ പ്രോസിമോ. മനസ്സിലായല്ലോ? ഇതാണ് പസാത്തോ പ്രോസിമോ. ഇനി ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇതിന് 2 പാർട്ടുണ്ട്. പസാത്തോ പ്രോസിമയ്ക്ക് 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട്, 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞ പസാത്തോ പ്രോസിമോ എന്താണെന്നുള്ളത് കേട്ടോ. ഇനി 2 കാര്യങ്ങൾ, 2 പാർട്ടുകൾ. ഒന്നാമത്തെ പാർട്ട് എന്താണ്? ഓക്സിലറി വെർബ്, അതായത് ഓക്സിലറി വെർബ് ഓഫ് ദ എസ്സരെ ആൻഡ് അവേരെ. എസ്സരയുടെയും അവേരയുടെയും ഓക്സിലറി വെർബുകൾ, ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് മെയിൻ വെർബുകളായ ആ വെർബിൻ്റെ 3rd ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അതാണ് 2 പാർട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്റൻസിൽ വരുമ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് ഏതിൻ്റെ ഓക്സിലറി വെർബാ? എസ്സര അവേരയുടെ ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗം നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ ടെൻസ് കേട്ടോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇപ്പം കഴിഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ റിസൾട്ടും കൂടി വന്നാലേ കംപ്ലീറ്റഡ് ആയി ആക്ഷൻ. ഓക്കെ, അവരെ മെയിൻ വെർബുകളാണ്, അടിസ്ഥാനപരമായ വെർബുകളാണ് ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ. ഇറഗുലർ വെർബുകളാണ്. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി 3 തരം വെർബുകളുണ്ട്. ആരേ വെർബുകൾ, ഏരേ വെർബുകൾ, ഈരേ വെർബുകൾ. ക്ലിയർ ആയല്ലോ? ഇനി ആരേ വെർബുകൾ എന്ന് പറഞ്ഞാൽ പസാത്ത പ്രോസിമോയിലേക്ക് വരുമ്പോൾ 3rd ഫോം ഓഫ് ദ വെർബാണ് വെക്കേണ്ടത്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അപ്പോൾ ഈ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? എസ്സരേരെ ഓക്സിലറി വെർബാണ് സോണോ, സെയ്, എ, സിയാമോ, സിയേത്തെ, സോണോ. ക്ലിയർ? ഇനി അവേരെ ഓക്സിലറി വെർബുകളാണ് എന്തൊക്കെ? ഓ, ഐ, ആ ഓക്സിലറി വെർബ് കേട്ടോ, സബ്ജക്റ്റ് പ്രോനൗൺ അല്ല, ഓക്സിലറി വെർബുകൾ. ഓ, ഐ, ആ, അബിയാമോ, അവേത്തെ, ആന്നോ. അപ്പം ഈ 2ൻ്റെയും ഓക്സിലറി വെർബ് പ്ലസ് വെർബിൻ്റെ 3rd ഫോം ഓഫ് ദ വെർബ്, വെർബിൻ്റെ 3rd പാർട്ട്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പം നമ്മൾ അതാണ് വെക്കേണ്ടത്. അപ്പോൾ ആരെ വെർബുണ്ട്, ഏരേ വെർബുണ്ട്, ഈരേ വെർബുണ്ട്. ആരെ വെർബ് പർലാരെ ആണെങ്കിൽ, ആരെ വെർബാണല്ലോ പർലാരെ ആണെങ്കിൽ പർലാത്തോ എന്ന് വെക്കണം. ഓക്കെ, ഇനി ഏരേ വെർബ് ക്രേതരെ ആണെങ്കിൽ, നമ്മൾ ഏരേ വെർബാണെങ്കിൽ ഊത്തോ. അപ്പോൾ ഞാൻ പറയാം, ഒരു മിനിറ്റ്. ആരേ വെർബാണെങ്കിൽ ആത്തോ, ഏരേ വെർബാണെങ്കിൽ ഊത്തോ, ഈരേ വെർബാണെങ്കിൽ ഈത്തോ. ആരെ കട്ട് ചെയ്തേണ്ട? ആത്തോ, ഊത്തോ, ഈത്തോ. ഇത് എഴുതി വെക്കണം നിങ്ങൾ കേട്ടോ. ഇതിൻ്റെ 3rd ഫോം ഓഫ് ദ വെർബാണ് നമ്മളിവിടെ വെക്കേണ്ടത്. അപ്പോൾ തോ എന്ന് വരും കേട്ടോ. അതാണ് ഈ 3 വെർബിൻ്റെ ആത്തോ, ഊത്തോ, ഈത്തോ. ഇനി ഇത്രയുള്ള പസാത്ത പ്രോസിമോയിൽ പസാത്ത പ്രോസിമോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ
ആത്തോ പറല ആരെ വെർബാണെങ്കിൽ ആത്തോ, ഏരെ വെർബാണെങ്കിൽ ഊത്തോ, ഈരെ വെർബാണെങ്കിൽ ഈത്തോ എന്നാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി നിങ്ങൾക്കറിയാലോ എസ്സരയിൽ വെക്കുമ്പോൾ നമ്മൾ ജെൻഡറും ന്യൂമറും നോക്കും സബ്ജക്റ്റിൻ്റെ. അതേസമയം അവേരയിൽ വെക്കുമ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയുള്ള പസാത്ത പ്രോസിംഗ്. വെരി സിമ്പിളല്ലേ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്നും ഓക്സിലറി വെർബ് എസ്സര അവേര, ഓക്സിലറി വെർബ് ബ്രാക്കറ്റിൽ എസ്സര അവേര എന്നുണ്ടാ, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ 3 തരം വെർബുകളുണ്ട്. ഈ വെർബുകളുടെ ആരെ വെർബാണെങ്കിൽ ആത്തോ, ഏരെ വെർബുകളാണെങ്കിൽ ഊത്തോ, ഈരെ വെർബുകളാണെങ്കിൽ ഈത്തോ എന്നാണ് അതിൻ്റെ അവസാനമായിട്ട് വെർബിൻ്റെ അവസാനം വരിക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസും കൂടി വരുമ്പോൾ, എക്സാമ്പിൾ സെൻറ്റൻസ് അല്ല, ഞാൻ ഓരോ എസ്സരേനെ കുറിച്ച് പറയാം, അവേരേനെ കുറിച്ച് പറയാം. അടുത്ത വീഡിയോ എസ്സരയെ പസാത്ത് പ്രോസിമോ എങ്ങനെയാണ് എസ്സര എങ്ങനെയാണ് പസാത്ത് പ്രോസിമയിൽ ഉപയോഗിക്കുക അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ചത്തുത്തി.